ഇവിടെ ജനാധിപത്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആരാണ്? BJP അല്ലേ? യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി തന്നെ അധികാരത്തിൽ വന്ന ആളുകളാണ്, അതിൽ സംശയമില്ല. ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടണം. അത് ആ കൂടിയാലോചനയിലൂടെ മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇനിയൊരു അവസരത്തിൽ അതുണ്ടാവില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇടതുപക്ഷത്തിൻ്റെ അഴിമതികൾ അക്കമിട്ടുകൊണ്ട് നിരത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നോവുന്നത് അവിടുത്തെ UDF കൗൺസിലർമാർക്കും തിരുവനന്തപുരം നഗരത്തിലുള്ള UDF നേതൃത്വത്തിനുമാണ്. അതൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. ഒരുമിച്ച് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പാകെ പറയട്ടെ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മൾ ഇനി മുതൽ. നമസ്കാരം. ചരിത്രത്തിൽ ഇടം പിടിച്ച് BJP ഭരണം നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും ഒരു സസ്പെൻസ് സിനിമ ത്രില്ലർ പോലെ ഉദ്വേഗഭരിതമായ രാഷ്ട്രീയ രംഗങ്ങളാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനസേവനം ലഭ്യമാകേണ്ട ഒരു ഭരണസിരാകേന്ദ്രത്തിൽ നിന്നും ജനപ്രതിനിധികൾ തമ്മിലുള്ള കയ്യാങ്കളി, കേസ്, പോരാട്ടം, നിയമപോരാട്ടം തുടങ്ങി ഒരുപക്ഷെ ഒട്ടും ആശാസ്യകരമല്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് വാർത്തകളായി പുറത്തു വരുന്നത്. ഈ വിഷയത്തിൽ, ഈ രാഷ്ട്രീയ ചർച്ചയിൽ മംഗളം TVക്കൊപ്പം ഇന്ന് സംസാരിക്കാനെത്തിയിരിക്കുന്നത് CPMൻ്റെ പേരൂർക്കട ഏരിയ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറുമായ ശ്രീ അംഷു വാമദേവൻ, അതുപോലെ കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ B റജി. രണ്ടുപേർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഞാൻ ശ്രീ B റജിയിലേക്ക് തന്നെയാണ്. ശ്രീ B റജി, CPM എപ്പോഴും പറയുന്നത് അവർ സംഘപരിവാർ വിരുദ്ധരാണ്. BJP ഭരണം എവിടെയുണ്ടെങ്കിലും ഒരു നിമിഷം പോലും ആ ഭരണം ഉണ്ടാകാതെ അല്ലെങ്കിൽ ആ ഭരണം തുടരാതെ താഴെ ഇറക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന, അങ്ങനെ നിലപാടെടുക്കുന്ന ശക്തമായ ഇടതുപക്ഷ രാഷ്ട്രീയം പുലർത്തുന്ന പാർട്ടിയാണല്ലോ CPM, അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കുന്തമുനയാണ് CPM. ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ BJP ഒരു പ്രമുഖ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതിനെ വലിച്ച് താഴെയിടാൻ പറ്റുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടം വന്നപ്പോൾ നിങ്ങളൊരു അവിശ്വാസത്തിന് തയ്യാറെടുക്കുന്നു. ആ അവിശ്വാസത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ ആ ഭരണത്തെ അട്ടിമറിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഭരണം വീഴാതിരിക്കുവാനായി CPM ശ്രമിക്കുന്നതായി, അല്ലെങ്കിൽ CPM നിങ്ങൾ രാജ്യത്തെ ഇന്ത്യ സഖ്യമാണ്, അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും CPM BJPക്ക് വേണ്ടി ഈ അവിശ്വാസ പ്രമേയത്തെ നിങ്ങൾക്കെതിരായി പാലം വലിച്ചു എന്ന ഒരു ആക്ഷേപം കോൺഗ്രസിനുണ്ടോ? നോക്കൂ, ഞാൻ അങ്ങനെ ഇക്കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന CPM ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയിലെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന പാർട്ടി വിഭാഗമാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രത്യേകമായി ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ പങ്ക് ഇടതുപക്ഷ പാർട്ടികൾ വഹിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നോക്കൂ, ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് സുവ്യക്തമാകുന്ന വസ്തുത, BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ അദ്ദേഹം നടത്തിയ ഒരു അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ ജനാധിപത്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ആരാണ്? BJP അല്ലേ? കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം ലഭിച്ച BJP ജനാധിപത്യ വിരുദ്ധമായി സുതാര്യതയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ജനരോഷം ഉയരുക തന്നെ ചെയ്യും, അതിന് സംശയമില്ല. ഇവിടെ ഒരു ഘട്ടത്തിൽ, ഒരു ജനരോഷം ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും തന്നെ CPM നിങ്ങളെ സഹായിക്കേണ്ടതായിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനം ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സഹായം നിങ്ങൾക്ക് ലഭിച്ചോ? നിങ്ങൾ എന്താണ് അതിൽ നിങ്ങളുടെ ഒരു വ്യക്തമായ അഭിപ്രായം എന്താണ് അതിനകത്ത്? ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടണം. ജനാധിപത്യ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ നേരിടണം എന്നുള്ള സുവ്യക്തമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ശ്രീ അംഷു, അവിടെ തന്നെയാണ് ജനാധിപത്യ ശക്തികൾ ഒന്നിച്ചു നിന്നുകൊണ്ട്, പ്രത്യേകിച്ചും സംഘപരിവാറാണ് അപ്പുറത്ത്, കേരള രാഷ്ട്രീയത്തിന് പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ ഏറെ പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയം. പക്ഷേ അത് അടിക്കടിയായിട്ട് വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ്, സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. ഇപ്പോൾ നിയമസഭയിലടക്കം അവർക്ക് 3 പേരായി. അതിനു മുമ്പ് അവർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. പതിറ്റാണ്ടുകളായി നിങ്ങൾ ഭരിച്ചു വന്ന ഒരു ഭരണ സംവിധാനത്തെ വലിയ രീതിയിൽ അട്ടിമറിക്കുന്നതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അത്രയേറെ വേരോട്ടമുണ്ടായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അവർ ഭരണം തുടങ്ങുന്നു, ഭരണം മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ രീതിയിൽ തന്നെ ചില സംഭവവികാസങ്ങൾ, കാപ്പ കേസ് പ്രതിയായ സുഗതൻ ജയിലിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വരുന്നു. അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ, അങ്ങനെ ഒരു ശ്രമത്തിൽ, ആ ഒരു ഘട്ടത്തിൽ തന്നെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഈ കോർപ്പറേഷൻ ഭരണത്തെ വലിച്ച് താഴെയിടാൻ കിട്ടുന്ന ഒരു അവസരം, അതിന് കോൺഗ്രസ് ഒരു ശ്രമം നടത്തുന്നു. ആ കോൺഗ്രസിൻ്റെ ശ്രമത്തെ
നിങ്ങൾ പിന്തുണയ്ക്കാത്തത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളത് അട്ടിമറിച്ചതിൻ്റെ കാരണം എന്താണ്? ഇതിനകത്ത് അട്ടിമറിയുടെ പ്രശ്നമൊന്നുമില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ LDF ആയാലും UDF-ഉം LDF-ഉം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ തിരുവനന്തപുരം നഗരസഭയിൽ ഒന്ന് തന്നെയാണ്. അവിടെ നമ്മൾ BJP അധികാരത്തിൽ വന്നത് മുതൽ നഗരസഭയ്ക്കകത്ത് നടക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവണതകളെ അവിടെ പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള നിലയിൽ അവിടെ എതിർക്കുന്നുണ്ട്. തീർച്ചയായും അവിശ്വാസ പ്രമേയം അവിടെ കൊണ്ടുവരുന്ന സമയത്ത് പിന്തുണച്ചില്ല, അല്ലെങ്കിൽ ഇത് നമുക്ക് രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ്, രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. അവിടെ ഒരു കേവലമായ ഒരു അധികാര ലബ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നഗരസഭയെ വലിച്ചിടുന്നതിന് വേണ്ടി അവിശ്വാസത്തെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല വിഷയം. രണ്ട് രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയിൽ അവർക്ക് സുവ്യക്തമായുള്ള നയപ്രശ്നങ്ങളുണ്ട്. അത് ആ കൂടിയാലോചനയിലൂടെ മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇനിയൊരു അവസരത്തിൽ അതുണ്ടാവില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല. സംഘപരിവാർ തൽക്കാലം അല്ലെങ്കിൽ ആദ്യം കിട്ടുന്ന ഒരു അവസരം നമ്മൾ വിനിയോഗിക്കാതെ പിന്നീട് അവസരങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനപ്പുറം സംഘപരിവാർ തുടർന്നോട്ടെ. അല്ല, എൻ്റെ ഒരു ചോദ്യം ഇതാണ്. CPM പറയുന്ന, CPM ഉയർത്തുന്ന, പൊതുസമൂഹം മനസ്സിലാക്കുന്ന രാഷ്ട്രീയം വെച്ചിട്ട് സംഘപരിവാർ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂടി തുടർന്നോട്ടെ എന്നൊരു താല്പര്യം CPM-നുണ്ടോ? നോക്ക്, അവിടെ ഈ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആരും ഒരു മനുഷ്യരും ഈ വാദത്തെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഒരു നിമിഷമെങ്കിലും സംഘപരിവാർ തുടരട്ടെ എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടി തന്നെ അധികാരത്തിൽ വന്ന ആളുകളാണ്, അതിൽ സംശയമില്ല. പക്ഷേ ആ മാൻഡേറ്റ് കിട്ടിയ അന്ന് മുതൽ ആ ജനങ്ങളെ ആകെ പരിഹസിക്കുന്ന നിലയിൽ, ജനങ്ങളെ ആകെ വെല്ലുവിളിക്കുന്ന നിലയിൽ അവരെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവിടെ സ്വീകരിക്കുന്നു. നിങ്ങൾ നോക്കൂ, സമരം നടത്തുന്നത് നിങ്ങൾ സ്പെസിഫിക് നിങ്ങൾ അവിടുത്തെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധതയെ നിങ്ങൾ കാണുന്നില്ല. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ അവിടെ ഗുണ്ടകളെ തഴച്ചു വളരാൻ അനുവദിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. അങ്ങനെ അവിടുത്തെ ആ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായി അവിടെ നടത്തുന്ന സമരത്തെ നിങ്ങൾ കാണുന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് എന്റെ ചോദ്യം, അതിലെല്ലാമുള്ള ഈ അംശുവിനെ മാത്രമല്ല, ആ സംവിധാനത്തെ ആകെ വലിച്ചു താഴെയിടാനും ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനെ BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളിൽ നിന്ന് മോചിപ്പിക്കുവാനുമുള്ള ഒരു വലിയ രാഷ്ട്രീയ സുവർണാവസരം നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അത്തരം ഒരു പോരാട്ടം കോൺഗ്രസ് നടത്തുമ്പോൾ നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കാത്തത്? അത് ഞാനത് കോൺഗ്രസിനകത്ത് പിന്തുണയ്ക്കാതെ ചെയ്യുന്നതിലുള്ള കാര്യമല്ല ഇതിനകത്തുള്ളത്. അവിടെ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ആയാലും അതുപോലെ തന്നെ ഇടതുപക്ഷമായാലും അവിടെ ഉയർത്തിക്കാണിക്കുന്നത് ഒരു കാര്യമാണ്. എന്താ കാര്യം? അവിടെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവണതകളെ ഞങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കൂടിയാലോചിക്കേണ്ട സന്ദർഭത്തിൽ കൂടിയാലോചിക്കും. കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നല്ലോ, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അത് ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് അത് പരാജയപ്പെട്ടാൽ പിന്നെ 6 മാസത്തിന് ശേഷം മാത്രമേ അവിശ്വാസ പ്രമേയം നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലിരിക്കെ ഞങ്ങൾ ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുമ്പോൾ അത് പൂർണ്ണമായും അവിശ്വാസ പ്രമേയം വിജയിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ആ നിലയിൽ നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. വലിയവിള വാർഡ് കൗൺസിലർ കൂടിയായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിലിലെ ശക്തമായി പോരാടുന്ന ശ്രീ VG ഗിരികുമാർ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. ശ്രീ ഗിരികുമാർ, ഒരുപക്ഷെ താങ്കളും ഈ ചർച്ചയുടെ കുറേ ഭാഗങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസും CPM-ഉം. നിങ്ങൾക്കധിക കാലമില്ല, വളരെ സമീപ ഭാവിയിൽ തന്നെ നിങ്ങളുടെ സംവിധാനം വീഴും എന്ന് പറയുന്നു. ഒരിക്കലുമില്ല. തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങൾ 45 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് വളരെ വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ് തന്നിരിക്കുന്നത്. അത് 5 വർഷവും പൂർണ്ണമായി നമ്മൾ ഈ ഭരണസമിതി പൂർത്തിയാക്കും. അതിനുശേഷവും BJP-യുടെ ഭരണം തന്നെ ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുമെന്ന് 100% ആത്മവിശ്വാസമുണ്ട്. അതിന് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ട്, പൊതുസമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് കേട്ട പല കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഭരണസ്തംഭനമല്ല യഥാർത്ഥത്തിലുള്ളത്. ചിലരുടെ ഉള്ളിൽ ചില പ്രകമ്പനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കാരണം അഴിമതികളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ അഴിമതി വരുമ്പോൾ നോക്കുന്ന വലതുപക്ഷത്തെയാണ് നമ്മൾ തിരുവനന്തപുരം നഗരസഭയിൽ കാണുന്നത്. ഇടതുപക്ഷത്തിൻ്റെ അഴിമതികൾ അക്കമിട്ടുകൊണ്ട് നിരത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നോവുന്നത് അവിടുത്തെ UDF കൗൺസിലർമാർക്കും തിരുവനന്തപുരം നഗരത്തിലുള്ള UDF നേതൃത്വത്തിനുമാണ്. പക്ഷേ UDF കൗൺസിലർമാർക്ക് നോവുന്നുണ്ട്, പക്ഷേ ആ നോവിനൊപ്പം CPM കൗൺസിലർമാർ നിൽക്കുന്നില്ലല്ലോ. അല്ല, അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭരണ സംവിധാനം അവിടെ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അല്ല, അങ്ങനെ അവർ നിന്നിരുന്നാൽ പോലും ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഭരിക്കും. കാര്യം UDF-ന് 20ഉം LDF-ന് 29, 49 ആവുകയുള്ളൂ. BJP-ക്ക് 50 ഉണ്ട് ഒറ്റയ്ക്ക്. അപ്പോൾ ഈ സുഗതൻ കൂടി പോയി
മറ്റൊരു നിങ്ങളൊരു പ്രതിപക്ഷ ഒരു കക്ഷിയുണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഒരാൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് പിന്തുണ നൽകുന്നുണ്ട്, ആ സ്വതന്ത്രം കൂടി മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥയുണ്ടായാലോ? അല്ല, നോക്കാം, ഇവരങ്ങനെ ഒരുമിച്ച് വരട്ടെ. ഭാരതീയ ജനതാ പാർട്ടി അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അതൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. ഇവർ ഒരുമിച്ച് കേരളത്തിൻ്റെ ജനങ്ങളുടെ മുമ്പാകെ പറയട്ടെ, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്, നമ്മൾ ഇനി മുതൽ ദേശീയ തലത്തിലുള്ള ഇന്ത്യ മുന്നണി കേരളത്തിലേക്കും കൊണ്ടുവരികയാണ്, തിരുവനന്തപുരം നഗരസഭയിൽ അത് ആരംഭിക്കുകയാണെന്ന് അവർ ധൈര്യമായി പറഞ്ഞുകൊണ്ട് വരട്ടെ. ഈ CPM-ന്റെ അമിഷ് പറഞ്ഞ രീതിയിൽ RSS ആഗ്രഹിക്കുന്ന ആ നറേറ്റീവിലേക്ക് എത്തിക്കുവാനുള്ള നിങ്ങളുടെ ഒരു ശ്രമം തന്നെയാണോ? സ്വാഭാവികമായിട്ടും നിങ്ങളിങ്ങനെ ഈ കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു പിന്നിൽ എന്താണ്? അല്ല, RSS ആഗ്രഹിക്കുന്ന നാരേറ്റീവ് എന്ന് പറയാൻ RSS തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി RSS പ്രവർത്തകർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പോടുകൂടി ഇവിടെ മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്ത് അതൊരു കൃത്യമായ കാൽവയ്പ്പുകളോടുകൂടി 100 വർഷം പൂർത്തിയാക്കിയ സമയം കൂടിയാണ്. അതിന് RSS കൃത്യമായി അവരെന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണോ പ്രവർത്തിക്കുന്നത് അത് ജനസമൂഹത്തിൻ്റെ മുമ്പാകെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ മറച്ചു വെച്ചിട്ടോ ഒളിഞ്ഞു നിന്നിട്ടോ അല്ല RSS പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായിട്ട് RSSൻ്റെ നറേറ്റീവ് എന്താണെന്ന് ഈ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. അത് കൃത്യമായി അതാത് വേദികളിൽ അതാത് മേഖലകളിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നുണ്ടല്ലോ. രാഷ്ട്രീയ രംഗത്തായാലും ശരി തന്നെ, വിദ്യാർത്ഥി രംഗത്തായാലും ശരി തന്നെ, തൊഴിലാളി രംഗത്തായാലും അതിന് കൃത്യമായ അംഗീകാരം പൊതുസമൂഹം കൊടുക്കുന്നുണ്ട്.